നമസ്തേ നമോവാകം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എമിറേറ്റ്സ് ഐയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു കിടിലൻ ഓണാശംസകൾ. ഇത് പ്രശാന്ത് ഭായ്, തിരുവനന്തപുരം വെള്ളയമ്പലം സ്വദേശി, ഒപ്പം പ്രവാസിയും. ചാക്യാരുടെ വേഷത്തിലാണ് പ്രശാന്ത് ഭായ് ഇവിടെ നമുക്ക് മുമ്പിലെത്തിയത്. എന്തിനാണെന്നല്ലേ, കേരളത്തിന്റെ തനത് കലാരൂപമായ ചാക്യാർ കൂത്തിന്റെ വിശേഷങ്ങൾ ഈ ഓണദിനത്തിൽ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് ഇദ്ദേഹം. അല്ലേ ചാക്യാർ? തീർച്ചയായിട്ടും ഓണവിശേഷങ്ങൾ മാത്രമല്ല, കൂത്തിന്റെ വിശേഷങ്ങൾ നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോവാണ്. എങ്കിൽ നമുക്ക് ചാക്യാർ കൂത്തിന്റെ വിശേഷങ്ങൾ അങ്ങ് ആരംഭിക്കാം. ആയിക്കോട്ടെ, അത് തന്നെയാണ് നമ്മളിവിടെ അനുഭവിക്കാൻ പോണത്. നാട്യരസേഷു ഹാസ്യരസമേവം പ്രധാനമിതു പശ്യാമി. എന്താ ഇന്ന് ഇവിടുത്തെ വിഷയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാസ്യം തന്നെയാണ്. മാന്യ സരസ്യരെന്താ വല്ലാതെ കണ്ടങ്ങട് വിഷമിച്ച് പരിഭ്രമിച്ചിരിക്കുകയാണെന്ന് തോന്നല്ലോ. ഹേയ്, അതിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. ഈ നോം ആരാന്ന് മനസ്സിലായോ? എവിടെ ദേ ആ ചേട്ടത്തി വായും പൊളിച്ചിരിക്കണ കണ്ടാലറിയാം നോമിനെ മനസ്സിലായിട്ടില്ല എന്ന്. നോമാണ് ചാക്യാർ. സൂത്രധാരനെന്നും വിദൂഷകനെന്നും എനിക്ക് അർത്ഥമുണ്ട്. അതായത് വിശേഷേണ ദൂഷ്യം പറയുന്നവരെന്നു സാരം. പക്ഷേ ഇവിടെ ദൂഷ്യമൊന്നും പറയാൻ പോണില്ല കേട്ടോ. കേൾക്കേണ്ടായി. എന്താ കേൾക്കേണ്ടായത്? മീഡിയ ഒന്നും എമിറേറ്റ്സ് ആയി കൂടെ ചേർന്ന് ഇവിടെ ഓണാഘോഷ പരിപാടികൾക്ക് കൊടിയേറി എന്ന് പറഞ്ഞപ്പോഴേക്ക് ചാക്യാർക്ക് വല്ലാത്ത സന്തോഷം. എന്താ അത്? ഇത്രയിടം വരെ വരിക, ഈ പ്രതിഭാധരന്മാരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളൊക്കെ ഒന്ന് കാണുക, മാത്രമല്ല ഇവിടെ കൂടിയിരിക്കണ ഈ തരുണീമണികളെയൊക്കെ കണ്ട് അല്പരസം പറഞ്ഞു പോകാലോ എന്നുള്ള ലാഘവത്തിൽ തിരിച്ച് ചാക്യാർ ഇങ്ങോട്ട് പോന്നിട്ടുള്ള ഒരു നല്ല കാര്യം നടക്കുമ്പോഴേക്ക് എങ്ങനെ ഇരിക്കാം? എല്ലാവരും കൈയിടിക്കുക. ആർപ്പോ ഇറോ ഇറോ ഇറോ. അപ്പോൾ ഈ അവസരത്തെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഓണാശംസകൾ ചാക്യാർ നേരുകയാണ്. ചാക്യാർ കൂത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂത്തും കൂടിയാട്ടവും എന്ന് പറയുന്ന കലാരൂപം കേരളത്തിൽ പ്രാചീന കാലഘട്ടത്തിൽ മുതൽ തന്നെ ഏകദേശം 2000-ഓളം വർഷത്തിൽ പഴക്കമുള്ളൊരു കലാരൂപമാണ് ഈ കലാരൂപം. തികച്ചും ഒരു ക്ഷേത്രകല തന്നെയാണ്. പക്ഷേ ക്ഷേത്രകലയിൽ നിന്നൊക്കെ അത് പുറത്തു വന്നിരിക്കുന്നു, അത് കൂടുതൽ സോഷ്യലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത്തരം പുറത്തു വന്ന കലാരൂപങ്ങളാണ് കഥകളി ആയാലും മോഹിനിയാട്ടമായാലും കൂടിയാട്ടമായാലും. അതിൻ്റെ ഏറ്റവും ആധുനികവൽക്കരിച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന കഥാരൂപം. ഭരതമുനിയുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഷാക്യാർ എന്ന് പറഞ്ഞ മുനി, അത് കാലഘട്ടം കഴിഞ്ഞു. ആ മുനിയുടെ കുറേ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരു സമുദായം ഡെവലപ്പ് ചെയ്യുകയും ആ ഷാക്യാർ മുനിയുടെ ചിട്ടവട്ടത്തോടു കൂടി രൂപപ്പെടുത്തിയിട്ടുള്ള കൂടിയാട്ട രൂപം അതങ്ങനെ ചാക്യാർ കൂത്തെന്നുള്ള രൂപത്തിൽ മാറപ്പെടുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതൊരു ക്ഷേത്രകലയാണെന്ന് പറഞ്ഞു. പല രാജസമുച്ചയങ്ങളിലും ഈ കല ആടിയിരുന്നു. പണ്ട് രാജ അമ്പലങ്ങളിൽ കൂത്തമ്പലത്തിനകത്ത് ഇത് ഒരു സറ്റയറായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അന്നത്തെ കാലത്ത് മഹാരാജാവിന് നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പോലെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടി ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ശ്ലോകേണ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനാവുകയും ചെയ്യുക എന്നൊരു സിസ്റ്റമായിരുന്നു പണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പരിഹസിച്ചു പവിത്രീകരിക്കുക എന്നാണ് പറയുന്നത്. കൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സഹൃദയരായിട്ടുള്ള കുറേ കലാകാരന്മാരെ നേരത്തെ പറയും ഇന്നതാണ് കൂത്ത്. പ്രത്യേകിച്ച് കൂത്തിനെടുക്കുന്ന സബ്ജക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ കഥകളെന്ന് പറയുന്നത് നമ്മൾ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ രാമായണത്തിലോ ചെമ്പുക്കളാണ് നമ്മൾ സാധാരണ എടുത്തിട്ട് കൂത്തായിട്ട് അവതരിപ്പിക്കാറുള്ളത്. അതിനകത്ത് സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ വളരെ രസകരമായിട്ട് കോർത്തിണക്കി ആ ചെമ്പുക്കൾ നമ്മൾ ജനങ്ങളുമായിട്ട് സംവേദിക്കത്തക്ക രീതിയിലാണ് യഥാർത്ഥത്തിൽ ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ആധുനികവൽക്കരണം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പറയാം സ്റ്റാൻഡപ്പ് കോമഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാൾ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിലോട്ട് കൺവേ ചെയ്യുന്നത്. കലയുടെ കലവറയാണ് കേരളം. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയും ഓട്ടംതുള്ളലും മോഹിനിയാട്ടവും, കേരളത്തിൻ്റെ ആയോധന കലയായ കളരിയും, അനുഷ്ഠാന കലയായ തെയ്യവും, നാടൻപാട്ടും, മലബാറിൻ്റെ മുത്തെന്നറിയപ്പെടുന്ന ദഫുമുട്ടും ഒപ്പണയൊക്കെ ഈ ചാക്യാരുടെ കാലഘട്ടത്തിലെ മഹാമേളകൾ തന്നെ ആയിരുന്നു കേട്ടോ. എന്നാൽ കാലം അങ്ങോട്ട് മാറിയിരിക്കണോ?
എന്നാൽ നമ്മൾ ഈ വേദിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ കാണാൻ പോവാ. എന്തൊക്കെയാണ് കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ? കോലാട്ടം, മയിലാട്ടം, കരകാട്ടം, കാവടിയാട്ടം, പുലികളി, വേലകളി, കോൽകളി, കന്യാർകളി, മാർഗംകളി, ഒപ്പന കുമ്മാട്ടി, പടയണ്ട്, വാൾപ്പയിട്ട്, പരിചമുട്ട്, ദഫുമുട്ട്, അറബനമുട്ട്, വട്ടപ്പാട്ട്, കൊമ്പുപാട്ടൊന്നും വേണ്ട, തെയ്യങ്ങൾ, ചാമുണ്ടി തെയ്യം, അഗ്നികാണ്ഡ തെയ്യം, പൊട്ടൻ തെയ്യം, മാടൻ തെയ്യം എന്ന് പറഞ്ഞ ഒരുപാട് കലാരൂപങ്ങളെല്ലാം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം അല്ലേ. ഹയ്യ. അപ്പോൾ നമ്മൾ സുഹൃതം തന്നെയാണ് കേരളം പോലുള്ളൊരു ദേശത്ത് ഇങ്ങനെ ജീവിച്ച് കഴിയാന്ന് പറയുമ്പോഴേക്ക്. അപ്പോൾ ഓണം ആണ് നമ്മുടെ വിഷയം. എന്താ ഈ ഓണം എന്ന് വെച്ചാൽ, ഈ ഓണം എന്ന് പറയുമ്പോഴേക്ക് ശ്രാവണം ചുരുങ്ങി ഓണമായിരുന്ന ഐതിഹ്യം. ആടിമാസം പാടിപ്പോയി പിന്നെ വരുന്ന മാസമാണല്ലോ ഈ ഓണം. അപ്പോൾ കർക്കിടകത്തിൻ്റെ അവസാനം നിറവയറുമായി വയലുകളൊക്കെ കൊയ്ത്ത് കാത്തു നിൽക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ കുട്ടനാടൻ പാടങ്ങളിൽ കൈകൊട്ടിക്കളിയും പാട്ടും, എങ്ങും സമൃദ്ധിയുടെ നാളുകൾ. ഓണത്തിൻ്റെ തലേ ദിവസം നമ്മുടെ ശിവഭഗവാന്റെ ഭൂതഗണങ്ങളായ കുമ്മാട്ടിയും പാണനും ഓണപ്പൊട്ടനും ഒക്കെ നമ്മുടെ വീടുകളിൽ വന്ന് പാടും, കളിക്കും, ഓണവിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പറയും. ഓണത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ സമൃദ്ധി തന്നെയാണ്. ഹയ്യ. തൂശനിലയിൽ തുമ്പപ്പൂ പോലുള്ള ചോറ് വിളമ്പി ചതുർവിധ ഭോജി രസങ്ങളോടുകൂടിയുള്ള വിഭവസമൃദ്ധമായ സദ്യ അങ്ങോട്ട് കഴിക്കുക. എന്താ ഈ ചതുർവിധ ഭോജി രസങ്ങൾ എന്ന് പറയുമ്പോഴേക്ക്, ചതുർവിധ ഭോജി രസങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് എരിശ്ശേരി, പുളിശ്ശേരി, ഉപ്പേരി, പിന്നെ മധുരക്കറികൾ, ഇതെല്ലാം കൂടെ കൂടിയുള്ള വിഭവസമൃദ്ധമായ സദ്യ. അതെങ്ങനെ കഴിക്കുക? കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആ ഊട്ടുവരയിലോട്ട് അങ്ങോട്ട് പോവുക, തോളോട് തോള് ചേർന്ന് അങ്ങോട്ട് ഇരിക്കുക, ഇലയിൽ ആ ചുടുക്കനെയുള്ള ചോറങ്ങോട്ട് വിളമ്പി കഴിയുമ്പോഴേക്ക് എല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ട് കഴിക്കുക. ഗ്രഹാതുരത്തെ ഉണർത്തുന്ന ആ ഓർമ്മകൾക്ക് മുന്നിൽ ചാക്യാരും കൈകൂപ്പുന്നു, നമസ്തേ നമോവാക. കൂടിയാട്ടത്തിൽ വരുമ്പോഴേക്ക് നായകനും നായികയുമുണ്ട്. അതിനകത്ത് വിദൂഷകനായിട്ട് വരുന്ന ആളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രൂപത്തിൽ നിൽക്കുന്ന ആൾ. എൻ്റെ യഥാർത്ഥ ഈ രൂപം, ഈ വേഷം എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിദൂഷകനാണ്. നായകനായ ചാക്യാർ, കൂടിയാട്ടത്തിലെ നായകനായ ചാക്യാർ രംഗപ്രവേശം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വിദൂഷകൻ വന്ന് എന്താ ഇവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു കഥ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യും. കഥ പറയുന്ന വിദൂഷകൻ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അദ്ദേഹം ചിലപ്പോൾ വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് വരും. അദ്ദേഹം അതൊരു രസപുഷ്കലമാക്കാനായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ആധുനിക തരത്തിൽ കൂത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയും ഇന്ന ചെമ്പുക്കളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, മഹാഭാരതമാണോ ഭാരതമാണോ. അപ്പോൾ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ആദ്യം ഒരു വിദൂഷകൻ്റെ സ്തോപം നമ്മൾ പറയാറുണ്ട്. അതിന് വിദൂഷക സ്തോപം എന്ന് പറയും. വിദൂഷകൻ്റെ സ്തോപം കഴിഞ്ഞതിന് ശേഷം ചാരി എന്ന് പറഞ്ഞൊരു നൃത്തരൂപമാണ് കൂടിയാട്ടത്തിലെ ചാക്യാർ കൂത്തിന് അവതരിപ്പിക്കാറുള്ളത്. ചാരി നൃത്തം എന്ന് പറയുമ്പോഴേക്ക് അത് 4 വശങ്ങളിലായിട്ട് പിന്നെ ഓരോ ചലനങ്ങൾ ചലിപ്പിച്ചിട്ട് പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു നൃത്തരൂപമാണ് ചാരി നൃത്തരൂപം എന്ന് പറയുന്നത്. രണ്ടാമത് വേഷം. ഈ വേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. എൻ്റെ ഒരു മേൽവീഴ്ച മുകളിലോട്ടും ഒരു വീഴ്ച താഴോട്ടുമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വിഡ്ഢി വേഷത്തിൽ നിൽക്കുന്ന ആൾ കാണുന്ന സഹൃദയനെ കാണുമ്പോൾ ഒരു ചിരി തോന്നണം. ആ രീതിയിൽ തന്നെയാണ് ഈ മെസ്സേജ് ജനങ്ങളിലോട്ട് കൺവേ ചെയ്യുന്നത്. പിന്നെ ഒരു കുണ്ടലം മാത്രമേ ധരിക്കാറുള്ളൂ. പിന്നെ അതിനനുസരിച്ചിട്ട് വാസികം, ഉടുത്തുകെട്ട്, കടിസൂത്രം, പിന്നെ ഉടയാടകൾ, ഇതെല്ലാമാണ് ചാക്യാരുടെ വേഷത്തിൽ സാധാരണയായിട്ട് വിദൂഷകൻ ഉപയോഗിക്കാറുള്ളത്. മലയാളികളുടെ ആഘോഷങ്ങൾക്ക് സ്വർണ്ണക്കസവിൻ്റെ മിഴിവും പൊന്നിൻ്റെ തിളക്കവും വൈവിധ്യങ്ങളുടെ സമൃദ്ധിയാണെന്ന് പറയാറുണ്ട്. സ്നേഹം കസവിട്ട ആ നല്ല നാളുകളെക്കുറിച്ച് ഓർത്താൽ നമ്മളെല്ലാവരും കൊച്ചു കുട്ടികളായിട്ട് മാറും. ഓർമ്മയുടെ ആ മാടപ്പെട്ടി അങ്ങോട്ട് തുറക്കുമ്പോഴേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താ? ഓടക്കോടിയുടെ പുത്തൻ മണം. ഓണനിലാവിൽ ഓടി നടന്ന കുസൃതിക്കാലം, മഴവില്ലു തീർത്ത പൂക്കളം, വീട്ടുമുറ്റത്ത് മഴവില്ലു തീർത്ത പൂക്കളം, മാവേലി മന്നൻ പിണങ്ങാതിരിക്കാൻ വയറു നിറച്ചു കഴിക്കണമെന്ന് പറഞ്ഞ അമ്മ ദൂഷനിലയിൽ വിളമ്പി തന്ന തുമ്പപ്പൂ ചോറ്, കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മി അടിക്കാനായി തിരുവാതിര കളിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന മലയാളി മംഗമാർ. അങ്ങനെ മലയാളിയുടെ കാൽപ്പനിക സങ്കല്പങ്ങളിൽ ഏറ്റവും ഗ്രഹാതുരമായ ആഘോഷങ്ങളിൽ ഏറ്റവും ചാരുതയായിരുന്നത് ഓണം തന്നെയാണ്. കാലങ്ങൾ എത്ര അകലച്ചെന്നാലും കാതങ്ങൾ എത്ര അകലച്ചെന്നാലും മായാത്തൊരു പൂക്കളം മലയാളികളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കാർഷിക സമൃദ്ധി കൊയ്തു നിറച്ച പാടങ്ങളിൽ സംസ്കാര സമൃദ്ധി വിളയുന്ന കാലമാണ് ഓണം. പാടത്തും പറമ്പത്തും നിറയെ പൂക്കളും പച്ചക്കറികളും, എങ്ങും സമൃദ്ധിയുടെ നാളുകൾ.
നമുക്കപ്പോൾ അഭിമാനിക്കാം ആ നല്ല കാലഘട്ടത്തെക്കുറിച്ച്, ആ നല്ല ഓർമ്മകളെക്കുറിച്ച് ഓർത്ത്. നമസ്തേ നമോവാകം. പ്രത്യേകിച്ച് ഉത്തര മലബാർ ഭാഗത്താണ് ഈ കലാരൂപം വളരെ കാര്യമായിട്ട് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, തലശ്ശേരി ഭാഗത്തുള്ള കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ ആ ദേശത്തിന് കൂത്തുപറമ്പ് എന്ന് പേര് വരാൻ കാരണം പണ്ടവിടെ കൂത്ത് നടന്ന ഇല്ലങ്ങളും അമ്പലങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടാണ് കൂത്തുപറമ്പ് എന്നുള്ള പേര് ആ ദേശത്തിന് വരെയുണ്ടായത്. ഇന്നിപ്പോൾ കൂത്തമ്പലങ്ങൾ വളരെ കുറവാണ്. ഈ കലാരൂപം ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്തു വരികയൊക്കെ ഉണ്ടായി. ഈ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ കലാരൂപം ഉത്ഭവിക്കുന്ന ചാക്യാർകൂത്തിൽ നിന്നാണ്. കാര്യം കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മിഴാവ് വായിക്കുന്ന ജോലിക്കാരനായിരുന്നു. അന്ന് നമ്പ്യാർ സമുദായമായിരുന്നു ചാക്യാർകൂത്തിന് മിഴാവ് വായിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ട് നടന്നിരുന്നൊരു കാലഘട്ടം. നമ്പ്യാരുടെ അച്ഛനും മിഴാവ് കൊട്ടുകാരനായിരുന്നു. അങ്ങനെ ചാക്യാർകൂത്തിനകത്ത് ശ്ലോകം പറയുന്നതിനിടയ്ക്ക് മാത്രം ചില നേരങ്ങളിൽ മാത്രമേ മിഴാവിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നായകൻ രംഗപ്രവേശനം ചെയ്യുന്ന ഭാഗത്ത് മാത്രം. ഒരു വേള ചാക്യാർ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്ഥിരമായിട്ട് കൂത്തമ്പലത്തിൽ ഇങ്ങനെ കൂത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഴാവ് വായിച്ചു കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയി. അപ്പോൾ ചാക്യാർമാർക്കുള്ള പ്രത്യേകത, ഈ വിദൂഷകൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വേദിയിൽ നടക്കുന്ന ഏത് ചലനം അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു രസപുഷ്കലമാക്കാനായിട്ട് ചില കൗണ്ടർ പോയിൻറ്റ്സ് ചിലപ്പോൾ അദ്ദേഹം വിമർശിച്ചെന്നിരിക്കും. അങ്ങനെ ഉറങ്ങിപ്പോയ നമ്പ്യാരെ ചാക്യാർ കളിയാക്കുകയും അങ്ങനെ പരിഹസിക്കപ്പെടുകയായ നമ്പ്യാർ അന്ന് രാത്രി തന്നെ പോയി നാരായം കൊണ്ട് ഓലയിൽ നാരായം വെച്ച് കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞൊരു പുതിയ കലാരൂപത്തിന് രൂപം കൊടുത്തു. ആ കല്യാണ സൗഗന്ധികം എന്താണ്? ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ കലാരൂപത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം കൂത്തിന് അരങ്ങിൽ ചാക്യാർ വന്ന് നിൽക്കുമ്പോഴേക്ക് തൊട്ടമ്പലത്ത് അദ്ദേഹം തുള്ളലങ്ങ് അരങ്ങേറി. വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷത്തിൽ അദ്ദേഹത്തിൻ്റെ താള മേളങ്ങളോടുകൂടി വ്യത്യസ്തമായ വേഷങ്ങൾ, കുരുത്തോല കൊണ്ട് വേഷം കെട്ടുകയും പക്കമേളങ്ങളോട് കൂടിയുള്ളൊരു സംവിധാനത്തിൽ കൂത്ത് എൻ്റെ കാണാനുള്ള ആൾക്കാർ കുറഞ്ഞു. ആൾക്കാരെല്ലാം പോയി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കാണുകയുണ്ടായി. അങ്ങനെ ആ തുള്ളൽ സമ്പ്രദായം ഉണ്ടായി. തുള്ളലിനെ ഏകദേശം എല്ലാം വിമർശിക്കുന്ന രീതിയിലാണ് അതിലെ കഥകൾ പോകണം. മലയാളത്തിലാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത്. ചാക്യാർകൂത്തിൽ എന്ന് പറയുമ്പോഴേക്ക് ശ്ലോകങ്ങളെല്ലാം സംസ്കൃതത്തിലും അത് മലയാളത്തിൽ ജനങ്ങളുമായിട്ട് സംവേദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നതെന്നുണ്ടെങ്കിൽ, ഓണം അത് സമ്പന്നതയുടെ കാലമാണ്, കാർഷിക സമൃദ്ധിയുടെ കാലമാണ്. കാർഷിക സമൃദ്ധി കൊയ്തു നിറച്ച പാടങ്ങളിൽ സംസ്കാര സമൃദ്ധി വിളയുന്ന കാലം. എന്നാൽ ഇന്ന് അതാണോ സ്ഥിതി കേരളത്തിൻ്റെത്? എന്താ കഥ? ഇപ്പോൾ കേരളത്തിൻ്റെ കഥ എന്താ? കേരളത്തിൽ പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി തമിഴ്നാടെന്ന് വരണം. കേരളത്തിൽ മലയാളി അരി കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആന്ധ്രയിൽ നിന്ന് വരണം. തീർച്ചയായിട്ടും നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റിലോട്ട് മാറിയിരിക്കണോ? വളരട്ടെ, ഡിജിറ്റൽ വളരട്ടെ, കമ്പ്യൂട്ടർ വളരട്ടെ. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ആ സമ്പന്നമായ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ഓർക്കേണ്ടിയിരിക്കണോ? എന്താ കാര്യം? എല്ലാവരും ദൃഷ്ടാന്ത ഭോജനം കഴിച്ച് ജാതിമതഭേദമന്യേ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൂടെ നമ്മൾ തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടത് വിളനിലങ്ങളാണ്, കൃഷിയിടങ്ങളാണ്. സമ്പന്നതയിലോട്ട് നമ്മൾ തിരിച്ചു പോകണം. കാർഷിക സമൃദ്ധിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സമൃദ്ധിയിലോട്ടുള്ള തിരിച്ചുപോക്കാകട്ടെ ചാക്യാരുടെ ഈ ഓണ സന്ദേശം. തീർച്ചയായിട്ടും ചാക്യാരിനി അടുത്ത ഓണത്തിന് വരുന്നതായിരിക്കും. വരുമ്പോഴേക്ക് കേരളം മഹാബലി തമ്പുരാൻ വാണിരുന്ന ആ സംസ്കാരത്തിൻ്റെയും ആ സമ്പന്നതയുടെയും കാലഘട്ടത്തിലോട്ട് തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചാക്യാർ വിടവാങ്ങുന്നു. നമസ്തേ നമോവാകം.